ഹലോ, അപ്പോൾ ആദി ചന്ദ്രസ് വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് വെഡ്ഡിങ് പർച്ചേസിങ് വ്ളോഗാണ് ഫോർ ആദി, അമ്മ, അതൊക്കെയാണ്. ഈ വീഡിയോൻ്റെ ഇൻട്രോ എടുക്കുന്നത് രാത്രിയാണ്. നമ്മൾ രാവിലെ മുതൽ ആദിക്ക് ഷോപ്പിങ്ങിന് ഉച്ച മുതൽ ആദിക്ക് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് അലയാൻ തുടങ്ങിയതാണ്. ഇതുവരെ കിട്ടിയിട്ടില്ല. ആ അലച്ചൽ വ്ളോഗാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് പർച്ചേസിങ് വീഡിയോയിലോട്ട് പോവാം. കുഴപ്പമില്ലടാ, അതിൽ നോക്കുമ്പോ രസമുണ്ട്. വീഡിയോയില് നന്നായിണ്ട് കളറ്. അമ്മനെ ഒന്ന് വീഡിയോ കോൾ ചെയ്തെന്ന് ചോദിക്കേ. അമ്മനെ വീഡിയോ കോൾ ചെയ്തിട്ട് ചോദിച്ചത് നേരെ റിജക്ഷൻ കിട്ടിട്ടോ. ഒറ്റയടിക്ക് റിജക്ഷൻ കിട്ടി. കല്യാണ ചെക്കനെ പോലെയുള്ള കളർ ഷർട്ട് മുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഒറ്റയടിക്ക് റിജക്ട് ചെയ്തു. ഇതാകുമ്പോ കല്യാണ ഷർട്ട് പോലെ തോന്നില്ല. അതൊക്കെ എടുക്ക, ഇത് വേണ്ട, ട്രയൽ ചെയ്ത് നോക്ക്. പക്ഷെ നന്നായിണ്ട് അല്ലേ? കുറച്ചും കൂടെ നിനക്ക് വർക്ക് പോലെ വേണമെന്നാണോ? കാണിക്ക, അമ്മനെ ഒന്ന് വിളിച്ചു നോക്ക്. എനിക്ക് കുഴപ്പമില്ല. എനിക്ക് പേസ്റ്റൽ ഗ്രീൻ ആയതുകൊണ്ട് എനിക്ക് കണ്ണ് അതിലോട്ടാ പോവുക. നീ അമ്മനോടൊന്ന് കാണിച്ചു കൊടുക്ക് എങ്ങനെയുണ്ടെന്ന്. നന്നായിട്ടുണ്ട്, പക്ഷെ കുറച്ചും കൂടെ നിനക്ക് ഹെവി വേണമെന്നാ ഉദ്ദേശിക്കണേ. എടുക്കണ്ട അമ്മ? അമ്മ ഇതെങ്ങനെയുണ്ട്? ഒരുപാട് സിമ്പിൾ ആയ പോലെ ഉണ്ടോ? ഒരുപാട് വെളിച്ചമില്ല എന്നാ പറയണേ. ഓ, അവൻ ആ ക്രീമാണ് ഇഷ്ടപ്പെടുന്നത്. ശരി, നോക്കട്ടെ ഞാനെന്നാ വേറെ. ശരി ശരി, ഞാൻ നോക്കാം. ശരി, വേറെ കളേഴ്സ് നോക്കാൻ. ഇഷ്ടപ്പെട്ടില്ലേ? നിന്റെ ഡ്രസ്സ് അവിടെ ട്രയൽ റൂമിലാണ്. അമ്മയ്ക്ക് ഈസിയായി റിജക്റ്റ് ചെയ്താൽ മതി. ഞാനാണ് അവൻ്റെ ഒപ്പം പോയിട്ട് ഓരോ ഷോപ്പിലും കയറി പോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇത് നമ്മുടെ രണ്ടാമത്തെ ഷോപ്പാണ്. ഇവനാണെങ്കിൽ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അവൻ ഉദ്ദേശിച്ച സാധനം കിട്ടുന്നില്ല. അപ്പോഴത്തേക്ക് അമ്മയുടെ സജഷനും കൂടെ വരുമ്പോൾ അവൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ വീണ്ടും അവിടെ നിന്ന് ഈ 2 ട്രയൽ ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് ഷോപ്പിലോട്ട് കയറി കേട്ടോ. അങ്ങനെ ആദ്യം ഇവിടെ നിന്ന് ഡ്രസ്സ് കിട്ടാതെ അപ്പം നമ്മൾ കല്യാണിൽ പോയി ശ്രീ ഗണപതി സിൽക്സിൽ വന്നു. നീ വണ്ടിയും കൊണ്ട് വാ, മഴയും വരുന്നു, ഞാൻ അവിടെ നിൽക്കാം. അങ്ങനെ ഇവിടെ നിന്നും കിട്ടാണ്ട് സങ്കടത്തിൽ പോവാണ്. അവന് ക്രീം കളർ ഷർട്ടാണ് ഇഷ്ടം, പക്ഷെ അത് കല്യാണ ചെക്കനെ പോലെ ഫീൽ ചെയ്യുന്നത് കൊണ്ട് എടുക്കാൻ സമ്മതിക്കും. അത് എടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങൾ 3ാമത്തെ ഷോപ്പിലോട്ട് വന്നു, പ്രീതി സിൽക്സ്. ഒന്ന് പൊട്ടിക്കരയാൻ തോന്നുന്നുണ്ടോ ആദ്യം നിനക്ക്? സമയമുണ്ട്, നമുക്കിനി അടുത്ത ഷോപ്പിലോട്ട് പോയി ട്രൈ ചെയ്യാം. ഇത് 3ാമത്തെ ഷോപ്പല്ലേ, നീയും കിടക്കണു. നിനക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നീ പെട്ടെന്ന് എടുക്കണോണ്ടാണ് നിനക്ക്. ഇത് എനിക്ക് ശീലമായി. ഒരു 5 കടയിൽ കയറുമ്പോൾ കിട്ടും. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതായിരുന്നു പ്രീതി സിൽക്സ്. നെക്സ്റ്റ് ഇനി ഡ്രസ് വേൾഡ്. അത് കഴിഞ്ഞാൽ ഞാൻ നോക്കാം. നമുക്ക് കല്യാണിൻ്റെ പഴയ കല്യാണം, പിന്നെ മഹാരാജ സിൽക്സ്. ഭയപ്പെടണ്ട, സെറ്റ് ചെയ്യാം. അപ്പൊ നമ്മളിനി അടുത്തത് ഡ്രസ് വേൾഡ്, അടുത്ത ദർശന കളക്ഷൻസിൽ കയറണോ? എന്ത് ചെയ്യാനാന്ന് പറ. എനിക്ക് പോലും ഇത്ര സമയം എടുത്തിട്ടില്ല. ഇരുട്ട്, ഇന്നാണേലും മഴ വേറെ. ദർശന കളക്ഷൻസിൽ 50 to 80% ഉണ്ട് ഡിസ്കൗണ്ട്. അതിപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ അവിടെ ഡ്രസ് വേൾഡിൽ കിട്ടിയില്ലെങ്കിൽ
ഇന്ന് നമ്മൾ ഇവരിനെ പറഞ്ഞ മനസ്സിലാക്കണ്ട എങ്ങനെ മിന്നലുള്ളത് അത് ഉള്ളത്. യെസ്, ലോകത്തിലില്ലാത്ത ഒരു ഷർട്ടും കൊണ്ടുവന്നിരിക്കുകയാണ്. ശരി, നമുക്ക് ഡ്രസ് വേൾഡിൽ പോയി നോക്കാം. ഡ്രസ് വേൾഡിൽ കയറിയത് ഓർമ്മയില്ലോ, അപ്പത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഇവിടെ നിന്നും വിത്തിൻ സെക്കൻഡ്സ് അവൻ ഇറങ്ങി പെട്ടു ഞാൻ. നീ ഒരു കാര്യം ചെയ്യോ, വണ്ടി എടുത്തിട്ട് വാ, പഴയ കല്യാണിൽ പോവാം. ആദിയുടെ അടുത്ത പ്രതീക്ഷ പഴയ കല്യാൺ സിൽക്സ് പാലക്കാട്. ഇനി ഇവിടെ കയറിയിട്ട് അത്ര സ്പീഡിൽ ഇറങ്ങി വരും നോക്കാം. എന്താണ് പെണങ്ങി കിട്ടാതെ. ഇനി നമ്മൾ അടുത്തത് കല്യാൺ സിൽക്സിൽ 2 മിനിറ്റ് നിന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് സ്വയംവര സിൽക്സിലോട്ടാണ് അടുത്തത് പോണത്. സമയമുണ്ട്, രാത്രി വരെ സമയമുണ്ട്. നീ സെലക്ട് ചെയ്യുന്ന കോസ്റ്റ്യൂമില്ലേ, അത് തെറ്റാണ്. നീ കുറച്ച് നല്ല ഗ്രാൻഡ് ആയിട്ട് നമ്മൾ ഷർട്ട് നോക്കുകയാണ്, പക്ഷേ അതൊക്കെ കുർത്ത ടൈപ്പാണ്. കണ്ടോ? ഇങ്ങനത്തെ ഗ്രാൻഡ് വരുമ്പോൾ അത് കുർത്ത ടൈപ്പ് ആവുകയാണ്. അതാ പ്രശ്നം. പറ്റില്ല. നമുക്ക് ഇനിയിപ്പോൾ അവിടെയും കൂടെ പോയി നോക്കാം. അവസാനം അവിടെ നിന്നും കൂടെ ഇറങ്ങിയപ്പോഴത്തേക്കും വയ്യാതായിട്ടോ. എത്ര ഷോപ്പിൽ കയറി ഇറങ്ങിയതാണെന്ന് അറിയാം. പിന്നെ നമ്മൾ ഫുഡ് വല്ലതും കഴിക്കാന്ന് പറഞ്ഞിട്ട് നേരെ സൂഫി മന്തിയിലോട്ട് പോയിട്ടോ. അവിടുത്തെ മന്തി നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് അത്രയും വിശപ്പായിരുന്നു നമുക്ക്. അപ്പം ഫുഡ് കഴിച്ചതിന് ശേഷം ഇനി കുറച്ച് എനർജി കിട്ടിയിട്ട് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മന്തി കഴിച്ചിട്ടാണ് നമ്മളിനി അടുത്ത ഷോപ്പിലോട്ട് പോയത്. സ്റ്റിൽ എനിക്ക് നെഹദി തന്നെയാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഇടാൻ നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടു? നെഹദിയാണോ സൂഫിയായിരുന്നോ? സൂഫിയ. നല്ല മഴ പെട്ട് നമ്മള്. ഞാൻ എപ്പോഴും നോർമൽ കുഴിമന്തി ആയതുകൊണ്ട് ടേസ്റ്റ് ഇല്ലാത്താണോന്ന് അറിയില്ല. എനിക്ക് നെഹദി മാത്രമേ ഇഷ്ടമുള്ളൂ. നല്ല കാറ്റുമഴ വരുന്നുണ്ട് പതിവില്ലാണ്ട്. അങ്ങനെ അറ്റ്ലാസ്റ്റ് സ്വയംവര സിൽക്സ്. ഇതിലൂടെ ഇന്നത്തെ ഷോപ്പിംഗ് വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇനി ഞാനില്ല, എനിക്ക് മടുത്ത്. ഇനിയിപ്പോൾ ഇവിടെ കയറിയിട്ട് കിട്ടിയാൽ രക്ഷപ്പെട്ടു. പക്ഷെ കല്യാണ ഷർട്ടും ഇതും വ്യത്യാസം അത്രയില്ല. നോക്കി നോക്കാം. മുണ്ടും തിട്ടും വരുമ്പോ ഇതും ഇതേ ഉള്ളൂ. ഇനിയുണ്ടോ? ഏതൊക്കെയാണ്? ഇതും അത് പക്ഷെ കുർത്തയല്ലേ? ഇത് ശരിക്കും ഗ്രൂമിന് വരുന്ന സെറ്റ് അല്ലേ? നോക്കാം. അങ്ങനെ ആദിയുടെ ഡ്രസ്സ് അറ്റ്ലാസ്റ്റ് കിട്ടിയിട്ടാ, സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ അവൻ അവിടെ ഡ്രസ് ചേഞ്ചിങ് ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ, ഇവിടെ ഷർട്ടും അതിന്റെ ഷർട്ടിന്റെ ഡിസൈനും കസവിനോടൊപ്പമുള്ള അതിൻ്റെതായിട്ടുള്ള മുണ്ടും ഉണ്ട്. അതെനിക്ക് അടിപൊളിയായി ഇഷ്ടപ്പെട്ടു. കാരണം വൈശ്വേട്ടന് നമ്മൾ കല്യാണച്ചക്കൻ്റെ ഷർട്ടിന് മുണ്ട് അതേപോലെ കിട്ടുന്നേ ഇല്ല. എന്നിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കസവ് മുണ്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്താണ്. പക്ഷേ ഒരു കാര്യമില്ലാണ്ട് ആദിക്ക് കറക്റ്റ് ഒരു ഗ്ലേസിങ് ആയിട്ടുള്ള ഒരു ഷർട്ടും അതിൻ്റെ തന്നെ ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള മുണ്ട് അതിനോടൊപ്പം തന്നെ ഉള്ളതാണ് അത്ര. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ആദ്യം കാണിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. അങ്ങനെ അറ്റ്ലാസ്റ്റ് കുറേ കടകൾ കയറി ഇറങ്ങിയിട്ട് ആദ്യയുടെ ഡ്രസ്സ് സക്സസ്ഫുൾ. നോക്കട്ടെട്ടാ, അവൻ അഴിച്ച് സെറ്റ് പോയിട്ടുണ്ടാവും തോന്നുന്നു. വീഡിയോയിൽ കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇതേ അവൻ്റെ ഷർട്ട് ഉണ്ട്, അപ്പം അവന് പോയിട്ടുണ്ട്. നിന്റെ ഷർട്ട് അതാ പോണോ? കാണിച്ചു കൊടുക്കട്ടെ. അതാ. എന്താണ് നിനക്ക് പറയാനുള്ളത് ലാസ്റ്റ് മൊമെന്റില്? സെറ്റായാ? ഇഷ്ടപ്പെട്ടു? കല്യാണം നീ തൂക്കും. ശരി, ബാ, നിന്നെ വെയിറ്റ് ചെയ്യാണ് തോന്നണോ ചേട്ടൻ? അങ്ങനെ സമയം എത്രയാ എൻ്റെ അമ്മ? 6:05 കിട്ടി. ഇല്ലെങ്കിൽ ഇനി ഡാമിൽ പോക്ക് നടക്കില്ല. അവിടെ നിന്ന് പാലക്കാട് തന്നെ നിൽക്കേണ്ടി വരും. അല്ല, ഇപ്പൊ കിട്ടിയത് കൊണ്ടേ സക്സസ്. ഇനി നിനക്ക് റിസപ്ഷൻ, അയ്യോ ഇനി നിനക്ക് ഷൂ എടുക്കണം, റിസപ്ഷൻ ഡ്രസ് എടുക്കണം. അയ്യോ വേണ്ട, ഇനി നോക്കണ്ട പ്ലീസ്, നമുക്ക് പിന്നെ എടുക്കാം. റിസപ്ഷനും ശരി. ഇവിടുത്തെ നമുക്ക് റിസപ്ഷൻ ഷൂ ഷൂ ഇപ്പം നോക്കുന്നുണ്ട്. പണി പാളി. എന്താ അത് കഴിഞ്ഞ
തലവേദന ഉണ്ട്. എവിടെ നോക്കട്ടെ. ഇത് കല്യാണത്തിന് മാത്രം ഉള്ളതല്ലേ ഇത്? ഇനി റിസപ്ഷൻ, ഷൂ, ഇനി അതിന് റെസ്റ്റ് അല്ലേ? അപ്പോൾ ഗൈസ് ഇതാണ് ആദിയുടെ ഷോപ്പിംഗ്. ഇനി അടുത്ത അവൻ്റെ റിസപ്ഷൻ്റെയോ ഷൂസൊക്കെ എടുക്കാൻ പോകുമ്പോൾ മടുത്തിട്ടില്ലെങ്കിൽ ബാക്കി വ്ളോഗ് ആഡ് ചെയ്യാം. ഓക്കെ.